അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹദീസ് ക്ലാസ് 1369. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നബിഹി ഖാൽ, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പിതാവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദാ തസാഅബ അഹദുക്കും ഫൽയുംസിക് അലാ ഫീഹി ഫഇന്ന ശൈത്വാന യദ്ഖുലു. നിങ്ങൾ ആരെങ്കിലും ഒരാൾ കോട്ടുവായിട്ടാൽ ഫൽയുംസിക് അലാ ഫീഹി, അത് അവൻ്റെ വായുടെ മേൽ അവൻ പിടിച്ചു വെച്ചുകൊള്ളട്ടെ. കാരണം ഫഇന്ന ശൈത്വാന യദ്ഖുലു, നിങ്ങൾ വായ തുറന്ന് കോട്ടുവായിടുന്ന സമയത്ത് പിശാച് അകത്ത് കിടക്കും. മറ്റൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും ഹാ എന്ന് പറഞ്ഞുകൊണ്ട് വായ തുറന്നിങ്ങനെ കോട്ടുവായിട്ടാൽ ലഹിക മിൻഹു ശൈത്വാൻ, അത് കാരണം പിശാച് ചിരിക്കുമെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൂട്ടുവായിടുന്ന സമയത്ത് നാം ഒതുക്കി പിടിക്കണം. അതല്ലെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്, കൈകൊണ്ട് തടഞ്ഞു വെക്കണം. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം മുനാവി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫൈദുൽ ഖദീറിൽ പറയുന്നുണ്ട്, അങ്ങനെ തടഞ്ഞു വെക്കൽ സുന്നത്താണെന്നും ആ തടഞ്ഞു വെക്കുമ്പോൾ ഇടത് കൈയിൻ്റെ പുറം ഭാഗം കൊണ്ട് തടയണമെന്നാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊട്ടുവായിടുമ്പോൾ ഒരു സദസ്സിലും മറ്റൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നാം വായ തുറന്നങ്ങനെ ശബ്ദം ഉണ്ടാക്കി കൊട്ടുവായിടരുത്. കൈവിൻ്റെ പരമാവധി നമ്മൾ ഒതുക്കി പിടിക്കണം. ഇനി ഇടുകയാണെങ്കിൽ തന്നെ ഇടത് കൈയിൻ്റെ പുറം ഭാഗം കൊണ്ട് തടഞ്ഞു വെക്കാൻ സുന്നത്താണ് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അദബ് വളരെ പ്രധാനമാണല്ലോ. ഒരു സദസ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. പിശാചിനെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ശബ്ദമുണ്ടാക്കി ഹാ എന്ന് പറഞ്ഞ് വായ തുറന്ന് കൊട്ടുവായിടുന്നത്. അതൊരിക്കലും ചെയ്യരുത്, തടഞ്ഞു വെക്കണം. അത് സുന്നത്താണ്. ഇടത് കൈ കൊണ്ട് പുറം ഭാഗം കൊണ്ട് തടഞ്ഞു വെക്കൽ പ്രത്യേകം സുന്നത്താണ്. അദബുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം.